കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരിനാമകീർത്തനം ശ്ലോകം 25. അയ്യഞ്ചുമഞ്ചും ഉടനയ്യാറുമെട്ടുമുടനവ്വണ്ണമെട്ടുമുടനെൻ മൂന്നുമേഴുമഥ ചൊവ്വോടൊരഞ്ചുമപി രണ്ടൊന്നു തത്വമതിൽ മേവുന്ന നാഥന ഹരിനാരായണായ നമഃ. അപ്പോൾ ഇതിലെന്താ പറഞ്ഞ വെച്ചാൽ ഈ പ്രപഞ്ചത്തിനെ കുറേ തത്വങ്ങളെ ആധാരമാക്കിയാണ് ഈ പ്രപഞ്ചം എന്ന പല ദാർശനികന്മാരും ആ ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ട്. പലരും പല നമ്പറാണ് പറയാമെന്ന് മാത്രം. പക്ഷേ ഈ പ്രപഞ്ചത്തിനൊരു അർത്ഥം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിനെ അപഗ്രഥിക്കാൻ, അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അനലൈസ് ചെയ്തിട്ട് ശരിക്കും എല്ലാം ബ്രഹ്മം തന്നെയാണ് എന്നുള്ളൊരു ഇതിലെത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഈ അത് നമുക്ക് അത്ര വേഗം ഉണ്ടാവില്ലല്ലോ. അപ്പം അത് ഉണ്ടാവണതിൻ്റെ മുമ്പേ ആദ്യം ഈ ദ്വൈതമായിട്ട് തോന്നുന്ന ഒന്നിലധികം ഉള്ളത്, അദ്വൈതം അല്ലാത്തത് ദ്വൈതമായിട്ട് നമുക്ക് തോന്നുന്നുണ്ടല്ലോ, അതിനെ ഈ ദൃശ്യപ്രപഞ്ചത്തിനെ, അതായത് ഉണ്ടാക്കിയിട്ടുള്ള ആ ബ്രഹ്മത്തിൽ നിന്നും വേറെ നിൽക്കുകയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടല്ലോ, ആ പ്രപഞ്ചത്തിനെ ഇങ്ങനെ കുറേ തത്വങ്ങളെ ആധാരമാക്കി പറയാൻ നോക്കുകയാണ്. അപ്പോൾ അതിലും പല ദാർശനികന്മാരും പല നമ്പറൊക്കെയാണ് പറയണത്, നമ്മളിതിനു മുമ്പേ കണ്ടുല്ലോ. അപ്പോൾ ഇതിൽ എല്ലാറ്റിനെയും ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് എഴുത്തച്ഛൻ 96 തത്വങ്ങളെയും പറഞ്ഞിരുന്നു. എല്ലാം കൂടി 96 തത്വങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇനി അത് പറഞ്ഞാൽ പിന്നെ ആർക്കും വിരോധമില്ല, എല്ലാ ദാർശനികന്മാരെയും അത് ഉൾക്കൊണ്ടൂലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ 96 തത്വം എന്നങ്ങോട്ട് ആദ്യം പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലെല്ലാറ്റിലും നിറഞ്ഞു നിൽക്കണ ശക്തി തന്നെയാണ് ബ്രഹ്മം എന്ന് എഴുത്തച്ഛൻ പറയണത് നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം ഇതിൽ അയ്യഞ്ചും അഞ്ചും എന്ന്, അയ്യഞ്ച് നമുക്കറിയാം 25 പ്ലസ് 5 അപ്പം 30, അല്ലെങ്കിൽ 56 പറയാം. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ ചേരാൻ വേണ്ടിയിട്ട് അയ്യഞ്ചും അഞ്ചും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ 5 × 5 25 പ്ലസ് 30. അപ്പോൾ 30 തത്വങ്ങൾ ആദ്യം പറയാം. എന്തൊക്കെയാ അറിയോ? പഞ്ചതന്മാത്രകൾ, അതായത് ശബ്ദസ്പർശ രൂപ രസഗന്ധം തന്മാത്രകൾ. ഏതിൻ്റെ? ഈ പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകൾ അല്ലേ. ശബ്ദത്തിൽ നിന്ന് ആകാശം ഉണ്ടായി, നമ്മൾ കണ്ടില്ലേ അത്. ആകാശത്തു നിന്ന് സ്പർശം, സ്പർശത്തു നിന്ന് വായു, വായുവിൽ നിന്ന് രൂപം, രൂപത്തിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് രസം, രസത്തു നിന്ന് ജലം, ജലത്തു നിന്ന് ഗന്ധം, ഗന്ധത്തിൽ നിന്ന് ഭൂമി. അതാണ് ഇപ്പോൾ പറഞ്ഞ 10 പഞ്ച തന്മാത്രകളും പഞ്ചഭൂതങ്ങളും. അപ്പോൾ 10. പിന്നെ ജ്ഞാനേന്ദ്രിയം 5. അപ്പം ജ്ഞാനേന്ദ്രിയത്തിൻ്റെ വിഷയം തന്നെയാണ് ശബ്ദസ്പർശ രൂപരസ, ആദ്യം കൂട്ടാൻ വയ്യല്ലോ. അപ്പം ജ്ഞാനേന്ദ്രിയം 5, അപ്പം 15 പിന്നെ കർമ്മേന്ദ്രിയം 5, അപ്പം 20. പിന്നെ കർമ്മേന്ദ്രിയത്തിൻ്റെ വിഷയങ്ങൾ, അതായത് കർമ്മേന്ദ്രിയം ഏതൊക്കെയാണ്? വാക്ക്, പാദം, പാണി, പായു, ഉപസ്ഥം എന്ന് പറഞ്ഞാൽ വാക്ക്, അതിൻ്റെ ഈ വിഷയം എന്താ? വാക്ക് പറയുക അല്ലെ, വചനം. പിന്നെയോ കയ്യിൻ്റെയോ ആദാനം, നമ്മളെ കൈ കൊണ്ട് കൊടുക്കുകയും വാങ്ങി എടുക്കുകയൊക്കെ അല്ലേ ചെയ്യുക, അത് ആദാനം. പിന്നെ പാദം, നടക്കാൻ, യാനം, നടക്കാൻ ഉപയോഗിക്കണം, അതാണല്ലോ പണി കാലിൻ്റെ. പായു പറഞ്ഞാൽ വിസർജനം, അതായത് വിസർജന ഇന്ദ്രിയാണ് പായു സംസ്കൃതത്തിൽ. പിന്നെ ഉപസ്ഥം പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, അത് ആനന്ദനം. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞു പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും, അത് നമുക്കറിയാം. പിന്നെ ജ്ഞാനേന്ദ്രിയങ്ങളും നമുക്ക് അറിയാം. ഏതാ? കണ്ണ്, മൂക്ക്, ചെവി, നാവ്, ത്വക്ക് അല്ലേ. അപ്പോൾ അത് 5, അപ്പോൾ 15. പിന്നെ 5 കർമ്മേന്ദ്രിയങ്ങൾ പറഞ്ഞു. വാക്ക്, പാദം, പാണി, പായു, ഉപസ്ഥം. പായു പറഞ്ഞു വെച്ചാൽ വിസർജനേന്ദ്രിയം, എക്സ്ക്രേറ്ററി ഓർഗൻ. ഉപസ്ഥം റീപ്രൊഡക്റ്റീവ് ഓർഗൻ. അപ്പോൾ അതെന്താ ചെയ്യണം എന്നുള്ളതും കൂടി നമ്മൾ പറഞ്ഞല്ലോ. വചനം, ആദാനം,
യാനം, വിസർജനം, ആനന്ദനം. അപ്പോൾ കർമ്മേന്ദ്രിയങ്ങളിലെ പിന്നെ വിഷയങ്ങളും കൂടി ആക്കിയപ്പോൾ പിന്നെ ഞാൻ പറയാം 5 പിന്നെ തന്മാത്രകളെ പഞ്ചഭൂതങ്ങളെ 10ആയി. പിന്നെ 5 ജ്ഞാനേന്ദ്രിയം, 5 കർമ്മേന്ദ്രിയം, ആദ്യ 10ആയി അല്ലേ. പിന്നെ ഈ കർമ്മേന്ദ്രിയത്തിൻ്റെ വിഷയങ്ങൾ 5 നമ്മൾ പറഞ്ഞില്ലേ, വചനം, ആദാനം, ജ്ഞാനം, വിസർജനം, ആനന്ദനം. അതെ, അപ്പോൾ എത്രയായി? 25ആയി. അതാണ് ഈ 5. പിന്നെ ഒരു 5ഉം കൂടിയും പറഞ്ഞുല്ലോ. അതെന്താ അറിയോ? ഈ ശരിക്കും നമ്മൾ പഞ്ചപ്രാണനും കൂടിയും പറയണം, എന്നാലേ 25ആവുള്ളൂ. പിന്നെ പഞ്ചപ്രാണൻ, അതെ, പഞ്ചപ്രാണനും കൂടിയും പറയണം. അതായത് നമ്മൾ പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. നമ്മൾ പ്രാണായാമമൊക്കെ ചെയ്യുമല്ലോ, അത് ആ 5 പ്രാണനും. അപ്പോഴാണ് എന്താവുക? 25ആവുക. ഒന്നും കൂടി ചെയ്യാം. പഞ്ച തന്മാത്രകളെ, പഞ്ചഭൂതങ്ങളെ 10, ജ്ഞാനേന്ദ്രിയ 5, കർമ്മേന്ദ്രിയ 5, 10 10 20, 5 കർമ്മേന്ദ്രിയ വിഷയങ്ങൾ, വചനം, ആദാനം, ജ്ഞാനം, വിസർജനം, ആനന്ദം. അപ്പോൾ 25. പിന്നെ 5 പറഞ്ഞില്ലേ, അതെന്താ വെച്ചാൽ പിന്നെ പ്രാണൻ, പഞ്ചപ്രാണനും. അപ്പം 30ആയി, അവിടെ 30ആയി. ഇനി രണ്ടാമത് എന്താ പറയുന്നത് വെച്ചാൽ, ഇപ്പം അത്ര അറിയേണ്ട ആവശ്യമില്ല, പക്ഷെ എന്നാലും ഏകദേശം പിന്നെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വേണ്ടിയില്ലേ. പിന്നെ 5ഉം 6ഉം 56 എന്ന് പറഞ്ഞു. 56 30 അല്ല കേട്ടോ, ഇവിടെ മീൻ ചെയ്യണത് 5ഉം 6ഉം 11ആണ്. അപ്പോൾ അടുത്ത 5 ഏതാച്ചാൽ നമ്മൾ പഞ്ചപ്രാണൻ പറഞ്ഞില്ലേ, ഇനി പഞ്ച ഉപപ്രാണനും കൂടി ഉണ്ട്. അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് അല്ല, അതാ സബ് പ്രാണൻ, ഉപപ്രാണൻ. എന്തൊക്കെ അറിയോ? നമ്മളൊന്നും കേൾക്കാത്തതാണ്. മറ്റത് പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ, വ്യാനായ സ്വാഹ എന്നുള്ളതുകൊണ്ട് നമുക്ക് പ്രാണനും അപാനും വ്യാനും ഉദാനം സമാനം നല്ല ഫെമിലിയർ. പക്ഷേ ഉപപ്രാണങ്ങളെ പറഞ്ഞ 5 എണ്ണമാണ്. അത് നമുക്ക് ഫെമിലിയർ അല്ലാത്ത പേരുകളാണ്. നാഗൻ, കൂർമൻ, ദേവദത്തൻ, ധനഞ്ജയൻ, കൃകലൻ, അങ്ങനെ 5. പിന്നെ 5 + 6 എന്നാണല്ലോ പറഞ്ഞത്, 56 എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ 6 ചക്രങ്ങൾ അത് നമ്മൾ ഫെമിലിയറാണ്. ഏതൊക്കെ? മൂലാധാരം, നമ്മളെ ദേഹത്തിലത്തെ പിന്നെ വിശിഷ്ട ചക്രങ്ങളാണ് അതൊക്കെ. മൂലാധാരം, സ്വാധിഷ്ഠാനം, മൂലാധാരം ഏറ്റവും അടിയിൽ, സ്വാധിഷ്ഠാനം, പിന്നെ മണിപൂരകം, അതായത് പൊക്കിളിൻ്റെ അവിടെ, അനാഹതം ചെസ്റ്റിൽ, ഹാർട്ടിൻ്റെ അവിടെ, വിശുദ്ധി കഴുത്തിൽ, ആജ്ഞ 2 പിരികത്തിൻ്റെ ഇടയിൽ. അങ്ങനെ 6 ചക്രമുണ്ട്. അപ്പോൾ 5 ഉപപ്രാണനും 6 ചക്രവും. അപ്പോൾ 11ആയില്ലേ. അപ്പോൾ അത് 56. പിന്നെ 8 56ഉം 8ഉം എന്ന് പറഞ്ഞു അല്ലേ. 8 എന്തെങ്കിലും ഏതാച്ചാൽ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞുവല്ലോ, മനസ്സിൻ്റെ വൈരികളെ, ഷഡ്വൈരികളെ, കാമക്രോധ ലോഭ മത മോഹ മാത്സര്യം, അത് 6ഉം അതിൻ്റെ കൂടെ രാഗവും ദ്വേഷവും കൂടിയും കൂട്ടണം. അപ്പം 8ആയി. അതാണ് 8ഉം ആദ്യത്തെ 8 പറഞ്ഞത് അതാണ്. ഈ ഷഡ്വൈരികളെ കാമക്രോധ ലോഭ മതമോഹ മാത്സര്യവും പിന്നെ രാഗം, അറ്റാച്ച്മെൻറ്റും ദ്വേഷം, അതായത് ക്രോധമല്ല കേട്ടോ, ദ്വേഷം, അതായത് അറ്റാച്ച്മെൻറ്റും പിന്നെ വിരോധവും രണ്ടും, അതാണ് രാഗവും ദ്വേഷവും. അപ്പോൾ അത് 8ആയി. പിന്നെ 8ഉം കൂടിയും പറഞ്ഞു നോക്കൂ. 5 5ഉം ഉടൻ 56ഉം 8ഉം ഉടൻ 8ഉം 8ഉം കൂടി. അതേതാച്ചാൽ ഈ നമ്മൾ പറഞ്ഞുല്ലോ അന്ധക്കരണം എന്ന്, അതിൽ 4 എണ്ണം ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞുല്ലോ. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് പറഞ്ഞില്ലേ നമ്മളെ. ആ 4 എണ്ണവും അതിൻ്റെ അന്ധക്കരണങ്ങളുടെ പ്രവർത്തനങ്ങളും കൂടി കൂട്ടണം. മറ്റേ കർമ്മേന്ദ്രിയങ്ങളുടെ നമ്മൾ പ്രവർത്തനം കൂട്ടിയില്ലോ, വിസർജനം ഒക്കെ. അതുപോലെ അന്ധക്കരണം നമുക്കറിയാം, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രവർത്തനം കൂടി 4 എണ്ണം. അപ്പം 8ആവുമല്ലോ. അപ്പം മനസ്സിൻ്റെ പ്രവർത്തനം സങ്കല്പിക്കുക അല്ലേ, സങ്കല്പ വികല്പങ്ങൾ പൊന്തുക. ഒരു സങ്കല്പം, ഒരു ചിന്ത വരിക, മറിയുക, ഒരു ചിന്ത വരിക, മറിയുക. അതാണല്ലോ മനസ്സിൻ്റെ സങ്കല്പം എന്നാണ് അതിന് പറയുക. സങ്കല്പ വികല്പങ്ങളാണ് മനസ്സ്. ബുദ്ധി എന്താ വെച്ചാൽ അങ്ങനെ പൊന്തി വരണേലത്തെ ഏതാ നല്ലതെന്നോ അല്ലെങ്കിൽ ഏതാ ചീത്താന്നോ നിശ്ചയിക്കണതാണ്. ടു ഡിറ്റർമിൻ ആ പൊന്തി വരണ ചിന്തയിൽ ഏത് നമ്മൾ സ്വീകരിക്കണമെന്ന് ആലോചിക്കാനുള്ള കഴിവുള്ളതാണ് ബുദ്ധി അല്ലേ, വിവേകം. അപ്പോൾ ബുദ്ധിയുടെ പണി എന്താ? നിശ്ചയിക്കുക, നിശ്ചയം. പിന്നെയോ ചിത്തത്തിന് എന്താ വെച്ചാൽ
സ്മരണം എന്നാണ് ശരിക്കും സ്മരണം അല്ല, അവധാരണം. അതായത് ഈ നടന്നതൊക്കെ നമ്മൾക്കൊരു സംസ്കാരമായിട്ട് അത് അവിടെ സേവ് ചെയ്യും, ചിത്തം ഒരു സേവ് ചെയ്യണ സ്ഥലം പോലെയാണ്. അപ്പോൾ സ്മരണം എന്ന് പറയാം നമുക്ക്, സ്മരണം. പിന്നെ അഹങ്കാരം പറഞ്ഞു വെച്ചാൽ എല്ലാതരം അഭിമാനങ്ങളും, ദേഹാഭിമാനം തൊട്ട്, ഞാൻ ദേഹമാണെന്നുള്ള അഭിമാനം തൊട്ട്, ഓ ഞാൻ കേമനാണ്, ഞാൻ സ്ത്രീയാണ്, ഞാൻ പുരുഷനാണ്, ഞാൻ ബ്രാഹ്മണനാണ്, അല്ലെങ്കിൽ ഞാൻ വളരെ മിടുക്കനാണ്, ഞാൻ എൻജിനീയറാണ്, ഞാൻ ഡോക്ടറാണ്, അതൊക്കെ അഭിമാനമാണ്. അതാണ് അഹങ്കാരം. ഓക്കെ. അപ്പോൾ പിന്നെ രണ്ടാമത്തെ 8 പറഞ്ഞത് എന്താ വെച്ചാൽ അന്ധക്കരണവും 4 കാര്യങ്ങളുടെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, അതിൻ്റെ പ്രവർത്തനങ്ങളുമാണ് പിന്നത്തെ 8. അതായത് നമ്മൾ പറഞ്ഞല്ലോ, സങ്കല്പം, നിശ്ചയം, സ്മരണം, അഭിമാനം, എല്ലാ അഭിമാനങ്ങളും. ഇനി എന്താ പറഞ്ഞ അവണ്ണം 8 കഴിഞ്ഞില്ലേ, ഇനിയോ അവണ്ണം 8 ഉടനെ 8 7 അധ, 8 പറഞ്ഞാൽ 24 അല്ലേ, 8 കാര്യങ്ങൾ, 3 വെച്ച് 8 കാര്യങ്ങൾ, അപ്പോൾ 8 24 ആകുമല്ലോ. ആ 8 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മോസ്റ്റ്ലി നമുക്ക് ഫെമിലിയറാണ് കേട്ടോ. ഒന്ന് നാഡികൾ, നമ്മൾ കേട്ടതാണ്. ഇട, പിങ്കള, സുഷുമ്ന, പ്രധാന നട്ടെല്ലത്തെ പ്രധാനപ്പെട്ട നാഡികളാണ്. അതാണ് പിന്നെ ഈ ചക്രത്തിൽ കൂടെ ഒക്കെ പിന്നെ സുഷുമ്ന നാഡി എന്നൊക്കെ നമ്മൾ, നടുക്കിലത്തെ സുഷുമ്നയാണ്, 2 ഭാഗത്തുമായിട്ട് ഇടയും പിങ്കളയും. നട്ടെല്ലത്തെ നാഡികളാണ് ഈ 3 നാഡികളെ പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ 3 അതാണ് നാഡികൾ. ഏത്? ഇട, പിങ്കള, സുഷുമ്ന. പിന്നെ മണ്ഡലങ്ങളാണ്, അത് നമ്മൾക്ക് ഫെമിലിയറാണ്. അഗ്നിമണ്ഡലം, സൂര്യമണ്ഡലം, ചന്ദ്രമണ്ഡലം. പിന്നെ ഏഷണകൾ പറയും. നമുക്കറിയാതെ ഏഷണ വെച്ചാൽ അറ്റാച്ച്മെൻ്റ് എന്നാണ്, അല്ലെങ്കിൽ ആഗ്രഹം എന്നൊക്കെയാണ് അർത്ഥം. അറ്റാച്ച്മെൻറ്റും ആഗ്രഹവും കൂടെ വരുമല്ലോ, അപ്പോൾ അതിൽ കൂടെ എന്തായാലും ഏഷണ വെച്ചാൽ അറ്റാച്ച്മെൻ്റ് എന്ന് പറയാം നമുക്ക്. അതെന്താ വെച്ചാൽ അതാണ് ബെറ്റർ വാക്ക്. ഏഷണ 3 ഏതറിയോ? അർത്ഥേഷണ, പണത്തിനോടുള്ള അറ്റാച്ച്മെൻറ്റ്; പുത്രേഷണ, മക്കളോടുള്ള അറ്റാച്ച്മെൻറ്റ്; ധാരേഷണ, അതായത് ഭാര്യയോ ഭർത്താവിനോടുള്ള അറ്റാച്ച്മെൻറ്റ്. അങ്ങനെ 3 തരമാണ് ഏഷണ പറയുക. ഏഷണിയല്ല കേട്ടോ, മലയാളത്തിൽ പറയണ ഏഷണിയല്ല. ഏഷണ അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ അർത്ഥേഷണ, പുത്രേഷണ, ധാരേഷണ. ധാരം പറഞ്ഞാൽ ഭാര്യ, സ്പൗസ്, ഭാര്യ എന്ന് പറയാൻ പറയും. പിന്നെ ഈ ദണ്ണങ്ങളാണ് ആയുർവേദത്തിൽ പറയുന്നത്. ദൂഷ്യങ്ങൾ അല്ലെങ്കിൽ ദൂഷണങ്ങൾ എന്തൊക്കെയാണ്? വാതം, പിത്തം, കഫം, വേറൊരു 3. ഇനി പിന്നെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ത്രിഗുണങ്ങൾ, സത്വം, രജസ്, തമസ്, ആ 3 ഗുണം. മറ്റതും നമുക്ക് നല്ലോണം അറിയാം. അവസ്ഥകൾ ഏതാ? ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. പിന്നെ ശരീരങ്ങൾ, സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം, കാരണ ശരീരം. അങ്ങനെ 3 ശരീരങ്ങളാണുള്ളത്. പിന്നെ ഈ ശരീരത്തിന് നമ്മൾ പറഞ്ഞുല്ലോ, അതായത് ഇപ്പോൾ സ്ഥൂല പിന്നെ അവസ്ഥയിലത്തെ ജീവാത്മാവിനെ വിശ്വൻ എന്നും, സൂക്ഷ്മ ശരീര തെറ്റി പറയണം, ജാഗ്രതയിലത്തെ ജീവാത്മാവിനെ വിശ്വൻ എന്നും, സ്വപ്നത്തിലത്തെ സൂക്ഷ്മ ശരീരമാണല്ലോ സ്വപ്നം, അതിലത്തെ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം, സ്ഥൂല ശരീരത്തിലത്തെ പിന്നെ അതായത് ജാഗ്രതയിലത്തെ എന്നും പറയാം, സ്ഥൂല ശരീരത്തിലത്തെ ജീവാത്മാവിനെ വിശ്വൻ എന്നും, സ്വപ്നം അഥവാ സൂക്ഷ്മ ശരീരത്തിലത്തെ പിന്നെ എന്താ പറയുക ജീവാത്മാവിനെ തൈജസൻ എന്നും, സുഷുപ്തി, അപ്പോൾ കാരണശരീരം മാത്രമല്ലേ ഉള്ളൂ സുഷുപ്തിയില്ല, കാരണശരീരത്തിൻ്റെ പിന്നെ എന്താണ് കാരണശരീരത്തിലത്തെ ജീവാത്മാവിനെ പ്രാജ്ഞൻ എന്നും പറയൂല. അപ്പോൾ ശരീരനാഥന്മാരെന്ന് പറയാം. അത് 3 വിശ്വനും തൈജസനും പ്രാജ്ഞനും. നമ്മളത് ഏതോ ശ്ലോകത്തിൽ വന്നൂല്ലോ. പിന്നെ അപ്പോൾ 8 3 3 24 ഇപ്പോൾ നോക്കൂ. അതല്ലേ പറഞ്ഞ് 3 എന്ന് പറഞ്ഞു. പിന്നെ ഒരു 7 പറയുന്നുണ്ട് കേട്ടോ. 3 ആദ്യം ചെയ്യാം. 3 ആദ്യം എന്തൊക്കെയാണ്? നാഡികൾ 3, മണ്ഡലങ്ങൾ 3, അറ്റാച്ച്മെൻറ്റ് ഏഷണകൾ 3, ദൂഷണങ്ങൾ പിന്നെ 3, ഗുണങ്ങൾ 3, അവസ്ഥകൾ 3, ശരീരങ്ങൾ 3, ശരീരത്തിലപ്പിരിക്കുന്ന ജീവാത്മാക്കൾ 3. അപ്പോൾ 8 8 3 24. പിന്നെ ഒരു 7 എന്ന് പറയുന്നുണ്ട്. അത് 7 ഏതാ അറിയോ? ധാതുക്കളാണ്. നമ്മുടെ ഈ ദേഹത്തിലത്തെ
പിന്നെ ലെയേഴ്സ്, ഏത് ഏറ്റവും മുകളിൽ പിന്നെ തൊലി അല്ലെ ത്വക്ക്, പിന്നെ രക്തം, പിന്നെ മാംസം, ഇതൊക്കെ നമുക്കറിയാം. മേധസ്സച്ച ഫാറ്റ്, അസ്ഥി എല്ല്, മജ്ജ പറഞ്ഞാൽ ബോൺ മാരോ, ശുക്ലം പറഞ്ഞാൽ സീമൻ ഓർ സെമൻ, എന്താ പറയുക എനിക്കറിയില്ല, അത് ശുക്ലം. അപ്പം ഈ 7 ശരീരത്തിൻ്റെ ധാതുക്കൾ ഒക്കെ നമ്മൾ അറിയണതാണല്ലേ. ത്വക്ക്, രക്തം, മാംസം, മേധസ്സ പറഞ്ഞാൽ ഫാറ്റ്, അസ്ഥി, മജ്ജ പറഞ്ഞാൽ ബോൺ മാരോ, ശുക്ലം, സെമൻ ഓർ സീമൻ, എന്താ അത് പറയുക വെച്ചാൽ. പിന്നെ അപ്പം അതും കഴിഞ്ഞു. അവണ്ണം 8 ഉടനെ 3 7 കഴിഞ്ഞു. പിന്നെയോ ഒരഞ്ച് അതേതാ അറിയുമോ? ഈ കോശങ്ങൾ, ശരീരത്തിലത്തെ കോശങ്ങൾ. അന്നമയ കോശം, ഏറ്റവും പുറത്ത് അന്നമയ കോശം, പിന്നെ പ്രാണമയ കോശം, പിന്നെ മനോമയ കോശം അതിൻ്റെ ഉള്ളിൽ, പിന്നെ വിജ്ഞാനകോശം, അതിൻ്റെയും ഉള്ളിൽ ആനന്ദകോശം, ആനന്ദമയ കോശം. ഒക്കെ മയം എന്നാണ് കേട്ടോ. കോശങ്ങളെ പേര് നമ്മൾ കേട്ടിട്ടൊക്കെ ഉണ്ട്, എല്ലാം കേട്ടിട്ടില്ലെങ്കിലും കുറേയെങ്കിലും കേട്ടിട്ടുണ്ടാവും. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. അങ്ങനെ അതാണ് ചൊവ്വോടൊരഞ്ച്. പിന്നെ എന്താണ് ചൊവ്വോടൊരഞ്ചു മതി. പിന്നെ 2 പറഞ്ഞാൽ 2+1 മീൻ ചെയ്യണത്. 3 അത് നമ്മൾ ഇപ്പോൾ ഈ ഹരിനാമകീർത്തനത്തിൽ തന്നെ വന്നു. താപങ്ങൾ, ദുഃഖങ്ങൾ, ആധ്യാത്മികം, അതായത് അവനവൻ്റെ ഉള്ളിൽ നിന്ന് ദുഃഖം, ആധിഭൗതികം, വേറൊരാൾ നമ്മളിൽ ഏൽപ്പിക്കുന്ന ദുഃഖം, ആധിദൈവികം, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അല്ലേ, അതായത് പ്രകൃതി ദുരന്തമാണ് ആധിദൈവികം. അപ്പോൾ ആ 3 താപങ്ങൾ, അതാണ് 2+1, എന്താ പറയുക 2 1 എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ 2ഉം 1ഉം 3 താപങ്ങളാണ്. ആധ്യാത്മികം, നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവണ താപം, ദുഃഖം. ആധിഭൗതികം, വല്ലവരും നമുക്ക് വരുത്തി വയ്ക്കുന്ന ദുഃഖം പുറത്തുനിന്ന്. ആധിദൈവികം, പ്രകൃതി ദുരന്തം എന്നോ നാച്ചുറൽ ഡിസാസ്റ്റർ എന്നോ. അപ്പോൾ 3. അപ്പോൾ എന്താ ഈ 30+ അല്ലേ, 5 5 അത് 30 പിന്നെ 11 6 അല്ല 5ഉം 6ഉം എന്ന് പറഞ്ഞു. 11 30 + 11 + 8, പിന്നെ അവണ്ണം 8, 8ഉം കൂടിയും, പിന്നെ 3 24 പറഞ്ഞു, പിന്നെ ഒരു 7 പറഞ്ഞു, പിന്നെ ആദ്യം ഒരു കോശങ്ങൾ 5 പറഞ്ഞു, പിന്നെ 3 പറഞ്ഞു. ഇതെല്ലാം കൂടി കൂട്ടുമ്പം 30 + 11 + 8 + 8 + 24 + 7 + 5 + 3 കൂട്ടുമ്പോൾ 96. അങ്ങനെ ടോട്ടൽ 96 തത്വം ഉണ്ടെന്നാണ് ഈ ഇതിൽ വളരെ വൃത്തിയായിട്ട് പറഞ്ഞത്. എന്നിട്ട് പിന്നെ എന്താ അറിയോ, ഈ തത്വങ്ങളിൽ 96 തത്വങ്ങളിൽ മേവുന്ന നാഥ എന്നാ പറഞ്ഞത് അല്ലേ. അതായത് ഈ 96 തത്വങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നാഥനായിട്ടുള്ള ഈ ഹരിനാരായണന് നമസ്കാരം എന്നാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ നമുക്കിതിലിപ്പോൾ എന്താ വെച്ചാൽ, നമ്മൾ എല്ലാം ഭഗവാനിൽ നിന്ന് ഉണ്ടായതാണെന്ന് നമ്മൾ പറഞ്ഞുല്ലോ. ആദ്യം മായ പിന്നെ ഇക്വിലിബ്രിയത്തിലാണ്, ഗുണങ്ങളൊക്കെ ഈക്വലാണ്, ഒന്നും സംഭവിക്കില്ല, അദ്വൈത ശക്തി മാത്രമായിട്ട് നിൽക്കണമെന്ന് നമ്മൾ പറഞ്ഞുല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ മായയ്ക്ക് എനർജി കൊടുക്കുകയാണല്ലോ ഭഗവാൻ. അപ്പം മായയുടെ ഈക്വിലിബ്രിയമൊക്കെ നഷ്ടപ്പെട്ട് ആ അവ്യാകൃതം എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതുണ്ടായി. ആ മായ സ്പന്ദിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ആദ്യത്തെ തത്വം നമ്മൾക്ക് ഉണ്ടാവണം. മഹത്തത്വം എന്ന് പറഞ്ഞാൽ അതിലെല്ലാം അടങ്ങുന്നുണ്ട് അല്ലേ. മഹത്വത്വം ഉണ്ടായി, പിന്നെ അതിൽ നിന്ന് അഹംബോധം, അഹങ്കാരം നമ്മൾ കണ്ടൂരും, അതൊക്കെ. അത് കഴിഞ്ഞ് അഹങ്കാരത്തിൽ നിന്നാണ്, ഈ സാത്വിക അഹങ്കാരത്തിൽ നിന്നാണ് പിന്നെ അന്ധകരണം വന്നതേ. ഇപ്പം നമ്മൾ കൂട്ടിയില്ലോ അന്ധകരണം. രാജസഹങ്കാരത്തിൽ നിന്നാണ് ഇന്ദ്രിയങ്ങൾ വന്നത്, കർമ്മേന്ദ്രിയവും ജ്ഞാനേന്ദ്രിയവും അല്ലേ. താമസഹങ്കാരത്തിൽ നിന്ന് തന്മാത്രകൾ, ശബ്ദം ആദ്യം വന്നു, പഞ്ചതന്മാത്രകളും പഞ്ചഭൂതങ്ങളും, പിന്നെ ഈ പറഞ്ഞ എല്ലാം നമ്മളെ ദേഹത്തിൽ 7 ധാതുക്കളൊക്കെ പറഞ്ഞല്ലോ, പിന്നെ കോശങ്ങളൊക്കെ പറഞ്ഞില്ലേ നമ്മൾ എല്ലാം. പക്ഷെ ആദ്യം ആ ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒന്ന് നമ്മൾ പറഞ്ഞുല്ലോ, ഇപ്പം ഇത് സൃഷ്ടിക്ക് ഇങ്ങനെ മായ സ്പന്ദിച്ചു, മഹത്വത്വം ഉണ്ടായി, അതിൽ നിന്ന് പിന്നെ ബാക്കി തത്വങ്ങളുണ്ടായി,
ഇനി സംഹാരത്തിൻ്റെ സമയത്തും അങ്ങനെ തന്നെയാണ്. തിരിച്ച് എക്സാക്റ്റ് റിവേഴ്സ് ഓർഡറിലാണ്. ഇത് എവിടെ അവസാനം പോയി എത്തുക? ബ്രഹ്മത്തിൽ. അപ്പം ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ബ്രഹ്മം കാരണം ഉണ്ടായതാണ് ഇത് മുഴുവനെ. ശരിക്കും ആ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ മൺപാത്രങ്ങളെപ്പോലെ തന്നെ. അതാണ് ഇതിൽ പറയുന്നത്. ഈ 96 തത്വങ്ങളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ആരാണ്? ഭഗവാൻ. അപ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ 2 തത്വമുതൽ മേവുന്ന നാഥ, എനിക്കങ്ങനെ ഈ 96 തത്വങ്ങളിലും നിറഞ്ഞിരിക്കുന്നത് ആ ബ്രഹ്മം തന്നെയാണ് എന്നുള്ള അറിവ് മാത്രം പോരാ, എനിക്കത് അനുഭവമാക്കി തരണേ ഹരിനാരായണായ നമഃ എന്നാണ്. ഞാനുദിച്ചാൽ പിന്നെ ഈ ആ പരമാത്മ ചൈതന്യം മാത്രമേ ഉള്ളൂ. ഇവിടെ രണ്ടാമതൊന്നുമില്ല. ഈ പറഞ്ഞ തത്വങ്ങളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതും ഈ തത്വങ്ങളുടെ മുഴുവൻ ആധാരവും ആ പരമാത്മ ചൈതന്യമാണെന്ന് എനിക്ക് ബോധ്യമാവണേ, എനിക്കത് അനുഭവമാവണേ എന്ന്. ആ പരമാത്മ ചൈതന്യം ഇതിന്ന് വലിഞ്ഞാൽ ഈ 96 തത്വങ്ങളും ഇല്ല. പിന്നെ ഏതുപോലെ കുറേ മൺപാത്രങ്ങൾ ഇരിക്കുന്നുണ്ട്. അതിലത്തെ മണ്ണ് മാറ്റിയാൽ മൺപാത്രം ഉണ്ടോ? കുറേ സ്വർണ്ണാഭരണങ്ങളുണ്ട്. അതിലത്തെ സ്വർണം മാറ്റിയാൽ ഒന്നുമില്ല. അത് സ്വർണ്ണമാണത്, അല്ലെങ്കിൽ മണ്ണാണ്. കുറച്ച് ഷേപ്പ് വ്യത്യാസമുണ്ട്, അത്രയേ ഉള്ളൂ. അതുപോലെ ബ്രഹ്മമാണ് ഈ ജഗത്ത് മുഴുവൻ. പക്ഷേ വിവിധ നാമരൂപങ്ങളിൽ ഉള്ളത് തത്വങ്ങളും അതാണ്. അല്ലാതെ ഒന്നില്ല ഇവിടെ. ബ്രഹ്മം അല്ലാതെ രണ്ടാമതൊന്നില്ല. ഈ തത്വങ്ങളൊക്കെ നമുക്കതിനെ മനസ്സിലാക്കാൻ, അപഗ്രഥിക്കാൻ, അനലൈസ് ചെയ്യാൻ വേണ്ടി വലിയ വലിയ മഹാത്മാക്കളും ദാർശനികന്മാരും പല പല നമ്പർ പറഞ്ഞ് 96 വരെ നമ്മളെത്തി അല്ലേ? എല്ലാം കൂടെയാണെങ്കിൽ 96 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ? ആദ്യം തൊട്ട് പറഞ്ഞല്ലോ നമ്മളല്ലേ? എത്ര 30 എന്തൊക്കെ പറഞ്ഞു നമ്മളല്ലേ? അതൊക്കെ പറഞ്ഞു. പിന്നെയാണ് നമ്മൾ 5ഉം 6ഉം, അതായത് ഉപപ്രാണങ്ങളെയും കൂടി കൂട്ടി. പഞ്ചപ്രാണന ആദ്യത്തെ 30 പെട്ടു അല്ലേ? കർമ്മേന്ദ്രിയവും ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയങ്ങളുടെ പ്രവർത്തനവും പിന്നെ പഞ്ചഭൂതങ്ങളും തന്മാത്രകളും പിന്നെ പഞ്ചപ്രാണനും അതിൽ പെട്ടു. പിന്നെയും നമ്മൾ ഉപപ്രാണനെ കൂട്ടി, ശരീരത്തെ ചക്രങ്ങളെ കൂട്ടി, കാമക്രോധ മോഹവും രാഗദ്വേഷവും കൂട്ടി. പിന്നെ അന്ധക്കരണത്തിൻ്റെ പ്രവർത്തനവും കൂട്ടി, മനസ്സ് ബുദ്ധി ചിത്തഹങ്കാരം ഇല്ലേ? പിന്നെ എന്തൊക്കെ 8 കാര്യങ്ങൾ 3 വെച്ച് കൂട്ടി. പിന്നെ ശരീരത്തിലെ 7 ധാതുക്കളെ, രക്തം ത്വക്ക് അത് കൂട്ടി, കോശങ്ങൾ കൂട്ടി. പിന്നെ നമ്മളെ ദുഃഖങ്ങൾ, പലതരം അതടക്കം കൂട്ടി. ഇതൊക്കെ കൂട്ടിയിട്ടാണ് 96 കിട്ടിയതേ. പക്ഷെ ഈ 96ലും ബ്രഹ്മം മാത്രം നിറഞ്ഞു നിൽക്കുന്നതാണ്. ആ ബ്രഹ്മം ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ ബ്രഹ്മമാണ് എന്ന് അനുഭവമായാൽ ഈ കാണുന്ന 96 തത്വങ്ങളും ബ്രഹ്മം തന്നെയാണെന്ന് എനിക്ക് അനുഭവമാവും. അതെനിക്ക് ആക്കിത്തരണേ ഭഗവാനെ എന്നാണ് ഈ 25ാമത്തെ ശ്ലോകത്തിൽ പറയണത്. എല്ലാം പറയണത് എനിക്ക് ആത്മസാക്ഷാത്കാരം കൊണ്ട് ഇതെല്ലാം സർവം ബ്രഹ്മമയമായി തോന്നണേന്നാണ്. എല്ലാറ്റിലും അൾട്ടിമേറ്റ് വേദാന്തം തന്നെയാണ് പിന്നെ എഴുത്തച്ഛൻ പ്രാർത്ഥിക്കണതേ. അപ്പോൾ നമുക്ക് 25 വായിച്ച് ഈ സെഷൻ നിർത്താം. അയ്യഞ്ചുമഞ്ചുമുടൻ അയ്യാറുമെട്ടുമുടൻ ഔവണ്ണമെട്ടുമുടൻ 3 ചൊവ്വോടൊരഞ്ചുമഭിരണ്ടൊന്നു തത്വമതിൽ മേവുന്ന നാഥ ഹരിനാരായണായ നമഃ. ഞാനതൊരു ഈ 96 തത്വങ്ങളെ ഇത് 25ാമത്തെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അതൊന്ന് എഴുതി ഉണ്ടാക്കി അതും കൂടി പോസ്റ്റ് ചെയ്യാം. എന്നാൽ അതാ ലിസ്റ്റ് നോക്കി ഇത് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാം. ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രീകൃഷ്ണ അർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.